ഏഡൻസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അയർലൻഡിലെ ദേശീയ ദിനമായ സെൻറ്റ് പാട്രിക് ഡേയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഡബ്ലിനിലെ ദേശീയ ദിന പരേഡാണ് ഈ കാണുന്നത്. ജനലക്ഷങ്ങളാണ് ഈ പരേഡിൽ പങ്കെടുക്കുന്നത്. അയർലൻഡിൽ ക്രിസ്തുമതം പ്രചരിപ്പിച്ച സെൻറ്റ് പാട്രിക്കിനെ അനുസ്മരിക്കുന്നതാണ് ഈ ദിനം. എല്ലാ വർഷവും മാർച്ച് 17-നാണ് സെൻറ്റ് പാട്രിക് ഡേ ആഘോഷിക്കുന്നത്. പച്ച നിറത്തിലുള്ള വസ്ത്രങ്ങളും ഷാംറോക്ക് ഇലകളെ സൂചിപ്പിക്കുന്ന ചിഹ്നങ്ങളുമൊക്കെ പിടിച്ചുകൊണ്ടാണ് ഈ പരേഡിൽ പങ്കെടുക്കുന്നത്. പരേഡിലെ കാഴ്ചകളും സെൻറ്റ് പാട്രിക് ഡേയുടെ ചരിത്രവും ഉൾപ്പെടുത്തിയാണ് ഇന്നത്തെ ഈ വീഡിയോ. എല്ലാ വർഷവും ഈ പരേഡിന് ഒരു തീം ഉണ്ടായിരിക്കും. ഈ വർഷത്തെ, അതായത് 2026 തീം റൂട്ട്സ് എന്നതിനെക്കുറിച്ചാണ്. അതായത് അയർലൻഡിൻ്റെ പാരമ്പര്യത്തെക്കുറിച്ചും ചരിത്രത്തെക്കുറിച്ചും അവബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടി റൂട്ട്സ് എന്ന വിഷയത്തിലാണ് ഈ പ്രാവശ്യം തീമായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. അയർലൻഡിലുള്ള പലതരത്തിലുള്ള കലാകാരന്മാരും സംഗീത ഗ്രൂപ്പുകളും വിവിധ ബാൻഡുകളുമൊക്കെയാണ് ഈ പരിപാടിയിൽ അണിനിരക്കുന്നത്. അതോടൊപ്പം തന്നെ വിദേശത്തു നിന്നുള്ള കലാകാരന്മാരും വിവിധ സാംസ്കാരിക സംഘടനകളുമൊക്കെ ഈ പരിപാടിയിൽ ഫ്ലോട്ടുകളൊക്കെ അവതരിപ്പിക്കാറുണ്ട്. 5-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഒരു മിഷണറിയായിരുന്നു സെൻറ്റ് പാട്രിക്. റോമൻ ബ്രിട്ടനിലാണ് സെൻറ്റ് പാട്രിക് ജനിച്ചത്. എന്നാൽ 16-ാം വയസ്സിൽ അദ്ദേഹത്തെ ഐറിഷ് കടൽക്കൊള്ളക്കാർ അടിമയായി പിടിക്കപ്പെട്ട് അയർലൻഡിന് വിൽക്കുകയായിരുന്നു. ഏകദേശം 6 വർഷത്തോളമാണ് അദ്ദേഹം ആടുകളെ മേയിച്ച് അയർലൻഡിൽ ജീവിച്ചത്. പല പ്രാവശ്യം രക്ഷപ്പെട്ട് തിരിച്ചു പോകാനൊക്കെ ശ്രമിച്ചെങ്കിലും രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. 6 വർഷത്തിന് ശേഷമാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിലേക്ക് തിരിച്ചു പോയത്. അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിലെത്തിയെങ്കിലും ഒരു സ്വപ്നത്തിലൂടെ വെളിപ്പാടുണ്ടായിട്ട് അദ്ദേഹം വീണ്ടും അയർലൻഡിലേക്ക് തിരികെ വരികയാണ്. ഒരു സുവിശേഷകനായിട്ടാണ്, ഒരു മിഷണറിയായിട്ട് തിരിച്ചു വന്ന് അയർലൻഡിൽ പ്രവർത്തിക്കുകയാണ് ഉണ്ടായത്. ആ കാലഘട്ടത്തിൽ ഗോത്രവിശ്വാസമൊക്കെ പിൻപറ്റിയിരുന്ന ഒരുപറ്റം ആളുകളായിരുന്നു അയർലൻഡിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ സെൻറ്റ് പാട്രിക്ക് ഗോത്രവിശ്വാസികളെയും ഗോത്ര തലവന്മാരെയൊക്കെ മതപരിവർത്തനം നടത്തുകയും അവരുടെ വിശ്വാസങ്ങളെയൊക്കെ മാറ്റിമറിക്കുകയൊക്കെ ചെയ്യുകയുണ്ടായി. മൂന്നിതളുള്ള ഷാംറോക്ക് ചെടിയുടെ ഇലകൾ ഉപയോഗിച്ച് അദ്ദേഹം തൃത്വത്തെക്കുറിച്ച് പഠിപ്പിച്ചു എന്നാണ് വിശ്വസിക്കുന്നത്. അതായത് ഓരോ ഇതളുകളും പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന രീതിയിൽ തൃത്വത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ വേണ്ടി ഈ ഷാംറോക്ക് ചെടിയുടെ ഇലകൾ ഉപയോഗിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്നു. അതിനാലാണ് ഇപ്പോഴും അവരെ ഷാംറോക്ക് ഇലകൾ കൊണ്ട് ചിഹ്നങ്ങളായിട്ടൊക്കെ ഉപയോഗിക്കുന്നതും പച്ച നിറത്തിലുള്ള വസ്ത്രങ്ങളൊക്കെ ധരിക്കുകയൊക്കെ ചെയ്യുന്നത് ഈ വിശ്വാസത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. പാമ്പുകളില്ലാത്ത ഒരു നാടാണ് അയർലൻഡ് എന്നാണ് പറയപ്പെടുന്നത്. ഈ സെൻറ്റ് പാട്രിക് വിശുദ്ധനാണ് ഈ നാട്ടിലുള്ള പാമ്പുകളെ മുഴുവൻ പിടിച്ച് കടലിൽ കളഞ്ഞത് എന്ന് ഇവരെ വിശ്വസിക്കുന്നതാണ്. എന്നാൽ അതൊരു വിശ്വാസം മാത്രമാണ്. അയർലൻഡിൽ പാമ്പുകളെ ഉണ്ടായിരുന്നില്ല. ഇവിടുത്തെ ഉണ്ടായിരുന്ന ഗോത്രമത വിശ്വാസത്തെ, അതായത് ഗോത്ര പാരമ്പര്യ വിശ്വാസത്തെ ഇല്ലാതാക്കിയതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഈ കഥകളൊക്കെ പ്രചരിപ്പിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ മരണ ദിവസമായ മാർച്ച് 17 സെൻറ്റ് പാട്രിക് ഡേ ആയിട്ട് ആചരിക്കുന്നത്. ഇത് അയർലൻഡിൽ മാത്രമല്ല, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, ചിക്കാഗോയിലും അങ്ങനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ സെൻറ്റ് പാട്രിക് ഡേ ആഘോഷിക്കാറുണ്ട്. ഇതൊരു മതപരമായ ഒരു ആഘോഷമായിട്ടാണ് ഇപ്പോൾ കരുതുന്നത്.
അയർലൻഡിലെ പുതിയ വിശേഷങ്ങളും കാഴ്ചകളുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. Ladies and gentlemen, we are the Outing Queer Arts Collective. We're here to bring a bit of pride to Paddy's Day.